എന്താ ചുമ്മാ ചുമ്മാ ആദ്യം ചുമ്മാ പിന്നെ ഒരു ഉമ്മ. കിടക്കുന്നു. അങ്ങനെ ഉറങ്ങി കിടക്കാന്ന് കുഴപ്പമില്ല. അയ്യാ നീ ഇതാ അല്ലെങ്കിൽ ഇപ്പൊ തരുത്താ. അയ്യാ ചുമ്മാ കുഴപ്പമില്ല, ഒന്നതാ. ഇല്ല ഞാൻ തരും തരും. എന്ത് ചേട്ടാ? എന്തോ ഉറങ്ങിയില്ലായിരുന്ന? എന്തോന്നടേ ഭൂമി വിലക്ക് ഉള്ളിടത്ത് തന്നെ നിനക്ക് വസ്തു കച്ചവടം നടത്തണം അല്ലേടേ? ഞാൻ അളക്കാൻ പോലും ചേട്ടൻ സമ്മതിക്കണല്ലോ, പിന്നെയാണ് എനിക്ക് കച്ചവടം നടത്താൻ. എന്റെ നേതാവിന്റെ അനന്തരവളെ അടിച്ചുകൊണ്ട് നിന്നിട്ട് നീ എന്റെ മൂക്കിന്റെ ഉമ്മ കിടന്ന് ഷോ കാണിക്കണം അല്ലേ? നിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കൂലടാ. അല്ല ഈ ചേട്ടൻ പരിപാടി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്തോന്നാണ്? എടാ നിന്റെ ഈ പ്രേമവും ചുറ്റിക്കളിയുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കൂല. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സമരം ചെയ്യണത്. നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരത്തിനാ നിന്നെ ഇവിടെ നിന്ന് ഞാൻ കെട്ടിച്ചിരിക്കും. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം ചേട്ടന്റെ നിരാഹാരം ഞാൻ പൊളിച്ചിരിക്കും. കാണണോ? എന്തോ പൊളിച്ചിരിക്കും. നീ കളിക്കണത് മക്കളെ, നിനക്ക് സുഖം തന്നെ? ഓ സുഖം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മക്കളെ. നീ ഇപ്പം എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ നേരെ ജീവിക്കാൻ നോക്കണം കേട്ടോ. എൻ്റെ അമ്മ നേരെ ജോയി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ചിലരൊന്നും എന്നോട് സമ്മതിക്കണില്ല. എന്ത് ചെയ്യാൻ? അത് ഞാൻ അറിഞ്ഞു മക്കളെ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ ഒന്ന് പറഞ്ഞു. അല്ല, നിന്റെ ഭാര്യയ്ക്ക് സുഖം തന്നെ? നീ അവിടെ നില്ല, ഞാൻ അങ്ങോട്ട് അകത്തോട്ട് വരുമ്പോൾ ഞാൻ നേതാവിനോട് സംസാരിച്ചിട്ട് വന്നു. എന്താ മക്കളെ നീ ഈ കാണിക്കുന്നത് ശരിയാണോ? അല്ല, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാൻ തുടങ്ങുവാണോ നീ? എൻ്റെ അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കല്ലേ. ഈ വായി നോക്കി കാണിച്ചിങ്ങനെ തോന്നിയ ദിവസം അറിയാമോ അമ്മേ? ആ പാവപ്പെട്ട പെൺകൊച്ച് അതിൻ്റെ അച്ഛനെ അമ്മയെ വഞ്ചിച്ചിട്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങി വന്നേക്കണത്. അമ്മ, ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. ഈ കാര്യമൊക്കെ നടക്കുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് അവരുടെ വീട്ടുകാരുടെ കാലം ഞങ്ങൾ പിടിച്ചതാ ഈ കല്യാണം നടത്തി തരുമോ. അപ്പൊ ഇവർക്ക് ഞങ്ങളെ പുല്ല് വിലയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളുടെ വഴി നോക്കിയത്. അല്ല, അവര് മാന്യമായിട്ട് ചോദിച്ചില്ലേ? അതിലെന്ത് തെറ്റാ അവര് ചെയ്തത്? അല്ല, പണ്ട് നീ ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെ അല്ലേ ഓരോന്ന് കാണിച്ചത്. അന്ന് നീ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചായിരുന്നോ? എൻ്റെ അമ്മ പഴം പുരാണം പറയല്ലേ. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. മാത്രമല്ല അപ്പുകുട്ട സാർ എന്ന് പറഞ്ഞ ആരാ? സമൂഹത്തിൽ വിലയും നിലയുള്ള ഒരാളാ. ആ സാറിന്റെ വിലയും പോയി, ഞങ്ങളുടെ പാർട്ടിയുടെ വിലയും ഇതോടെ ഇടിഞ്ഞില്ലേ? അപ്പുകുട്ട സാറ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വന്തം കുടുംബത്തിലെ അനന്തരവളെ സംരക്ഷിക്കാൻ അറിഞ്ഞൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന്. അതൊക്കെ കേട്ട് അപ്പുകുട്ട സാറ് ചൂളി ഒരു പരുവായി. ഞാനും അതൊക്കെ ശരി തന്നെ മക്കളെ, എന്നാലും നീ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല. അമ്മയ്ക്ക് ആ വിഷമമുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ലമ്മ. ഞാൻ പട്ടിണി ഇടന്ന് ചാവട്ടമ്മ, ചത്താൽ അവർക്കെന്താ? അകത്തെ നല്ല അപ്പവും സ്പോഞ്ച് അപ്പവും മുട്ടക്കറി ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പോയി അതൊക്കെ കഴിക്കും. ഓ മക്കളെ, ആരും കാണാതെ രണ്ട് പുഴുങ്ങിയ മുട്ടയെങ്കിലും നിനക്ക് എടുത്തോണ്ട് തരട്ടാ മക്കൾ. വേണ്ടമ്മ, സമരം പൊളി. കുഴപ്പമില്ല, അമ്മ പോയി കഴിച്ചോ. പോ, സമരം വിജയിക്കാന്നുള്ള എൻ്റെ ആവശ്യമാണമ്മ. വാ മക്കളെ, നോക്കിക്കോ. വൈകിട്ടത്തേക്ക് നീ തയ്യാറായിക്കോടാ. ഒന്ന് മിണ്ടാവാ. എന്തൊരാത്മാർത്ഥത! ഇതിന്റെ 1% എന്നോടും പിള്ളേരോടും ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. അതിനിടെ ഞാനും ആലോചിക്കണത്, ഇത്രയും നാൾ നിന്നോടൊക്കെ കാണിച്ച ആത്മാർത്ഥത വേറെ ആരുടെയും കാണിച്ചെങ്കിൽ എന്നോട് അല്പമെങ്കിലും നന്ദി കാണിച്ചേനെ. ഓടി.